ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലാവണ്യ ശ്രുതിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാമെന്ന് കരുതി ശ്രുതിയെ വിളിച്ചു വരുത്താണ് കേട്ടോ. അങ്ങനെ പൂജയൊക്കെ തുടങ്ങി എല്ലാവരും നിൽക്കുന്ന ഇടയ്ക്കാണ് പോലീസ് കയറി വരുന്നത്. അങ്ങനെ ലാവണ്യ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പോലീസ് മുത്തശ്ശിയോട് പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഈ വീട്ടിലൊരു സെർവൻ്റ് അല്ല ഇവള് ഞങ്ങൾക്ക് പരിചയമുള്ള കുട്ടിയാണ്. ഇവളെത്ര നല്ലവളാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. പിന്നെ ഈ വീട്ടിൽ അപരിചിതമായി കയറി വന്നത് ഈ ലാവണ്യാണ്. ഇവളെക്കുറിച്ചാണ് എനിക്ക് പരാതി. അതുകൊണ്ട് ഇൻസ്പെക്ടർ, നിങ്ങൾ ഇവളെക്കുറിച്ച് അന്വേഷിച്ച് എനിക്ക് വിവരം തരണമെന്ന് പറയുമ്പോൾ ലാവണ്യ എല്ലാവർക്കും മുന്നിൽ തലകുനിച്ച് നിൽക്കണം കേട്ടോ. എന്നാൽ ഈ സമയം ഇൻസ്പെക്ടറോട് പോകാൻ പറയണം. അങ്ങനെ ഇൻസ്പെക്ടർ പോകുന്ന സമയത്ത് കാണാം അശ്വിൻ വിളിക്കുന്ന ഇൻസ്പെക്ടർ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പറയാണ്, ഇതെൻ്റെ വീടാണ് എന്ന് പറയുമ്പോൾ അശ്വിൻ സാറിൻ്റെ വീടാണെന്ന് അറിഞ്ഞു വന്നാൽ പക്ഷേ ഇങ്ങനെ ഒരു പരാതി കിട്ടിയോണ്ട് വന്ന് അത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, സോറി, ഇവൾക്ക് അബദ്ധത്തിൽ സംഭവിച്ചതാണ്, ആരെക്കുറിച്ച് അന്വേഷിക്കാൻ നിൽക്കണ്ട, ഇത് എൻ്റെ വീടാണെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടറെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അശ്വിനോട് അഞ്ജലി പറയാണ്, കുഞ്ഞ എന്തായാലും പൂജയ്ക്കുള്ള സമയമായി, നീ വേണം ഈ പൂജയിൽ പങ്കെടുക്കാൻ, നീ വേണം ഈ തിരി കൊളുത്താൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് പൂജ എന്ന് പറയുന്നത് ഇഷ്ടമല്ല എന്ന് ചേച്ചിക്ക് അറിയാലോ, ചേച്ചിയുടെ എല്ലാ ആഗ്രഹവും ഞാൻ സാധിപ്പിച്ചു തന്നു, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മുന്നിൽ വരരുത് പ്ലീസ്, ദയവ് ചെയ്തെന്ന് പറയുമ്പോൾ അത് ശ്രുതിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. കാരണം കൃഷ്ണനെ താൻ ഈ പൂജക്കൊക്കെ നിന്ദിക്കുന്ന ആ സ്വഭാവം അങ്ങ് ശ്രുതിക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ, അശ്വിൻ്റെ ആ പെരുമാറ്റം. എന്നാൽ ഈ സമയം അഞ്ജലി പറയാണ്, ലാവണ്യയെ ഒരു നാടൻ പെൺകുട്ടിയായി കൊണ്ടുപോവാ എന്ന് പറയാണ്. അങ്ങനെ സാരിയൊക്കെ ഉടുപ്പിക്കുകയാണ്. അങ്ങനെ സാരിയൊക്കെ ഉടുപ്പിക്കുമ്പോഴും ശ്രുതിയുടെ മനസ്സിൽ കറയില്ല കേട്ടോ. തന്നെ പോലീസിൻ്റെ മുന്നിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുക ഒരു കള്ളയെ പോലെ ലാവണ്യ ചെയ്തെങ്കിലും അതൊന്നും മനസ്സിൽ വെക്കാതെ ശ്രുതി ഇങ്ങനെ സാരി ചുറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ലാവണ്യ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് ആ ഒരു മനസ്സിൽ ആ പകയും വൈരാഗ്യം ഒന്നുമില്ലാതെ ശ്രുതി നല്ല കുട്ടിയായി തന്നെ ശ്രുതി ഇങ്ങനെ ലാവണ്യക്ക് സാരി ചുറ്റി കൊടുക്കുമ്പോൾ ലാവണ്യയോട് ശ്രുതി പറയാണ്, അതേ ഇവിടുത്തെ മുത്തശ്ശിയെ ഇനിയിപ്പോൾ സന്തോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, എന്താ എന്ന് പറയുമ്പോൾ, നീ അശ്വിനെ പൂജയ്ക്ക് കൊണ്ടുവന്ന് തീർച്ചയായും നീ ഇപ്പോൾ ചെയ്ത തെറ്റിന് മുത്തശ്ശിക്ക് നിന്നോട് ദേഷ്യമോ ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ സന്തോഷമാവും എന്ന് പറയുമ്പോൾ, നീ ഒന്ന് പോയേ, ഇക്കാര്യം പറഞ്ഞ് ഞാൻ അശ്വിൻ്റെ മുന്നിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അശ്വിൻ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യാറ്, അശ്വിൻ ആരുടെയും മുന്നിൽ കുമ്പിടാറില്ല, അതുകൊണ്ട് തന്നെ അവൻ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നതൊന്നും അവനിലില്ല എന്ന് പറയട്ടോ. അങ്ങനെ ലാവണ്യ പറയണേ, ആഹാ എൻ്റെ അടുത്ത് ഐഡിയ ഉണ്ട് എന്ന് പറയണേ. ശ്രുതി പറയണേ, എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, അശ്വിനെ ഈ പൂജയ്ക്ക് കൊണ്ടുവരാൻ എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ ലാവണ്യ ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് പറയുമ്പോൾ, അതൊക്കെ കണ്ടോ, അശ്വിൻ ഇവിടെ വരും, ഈ തിരി അശ്വിൻ കൊളുത്തും, ഈ പൂജ ആദ്യം തന്നെ നിർവഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സിന്ദൂരം തൊട്ട് തരുന്നതും അത് അശ്വിൻ തന്നെ ആയിരിക്കുമെന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ലാവണ്യാണെങ്കിലോ ഈ നാട്ടുപുറത്തിന് ഈ കാർട്ടൂൺ ബേബിക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം അമ്മായിയും പ്രീതിയും വന്നിട്ട് പറയണേ, മോളെ ഇനി ഇവിടെ നിൽക്കണ്ട, നിന്നെ ഇപ്പോൾ ഒരു വീട്ടുവേലക്കാരിയാക്കി, അതുപോലെ തന്നെ നിന്നെ ഒരു ക്രിമിനലാക്കി, നിന്നൊരു കുറ്റവാളിയെ പോലെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാം, ആ ലാവണ്യെ നോക്കി അവളെപ്പോലെ ഒരുത്തിയെ നീ എന്തിനാണ് നോക്കുന്നത്, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയണേ, ഇല്ല പോണ്ട, കാരണം എൻ്റെ അച്ഛൻ്റെ കടബാധ്യത, ഞാൻ ഇവർക്ക് കൊടുക്കാനുള്ള പൈസ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ, എൻ്റെ അച്ഛൻ പഴയ സ്റ്റേജിലെത്തണം, അതിന് ഞാൻ ഇവിടെ നിന്നേ പറ്റുള്ളൂ, എന്നെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ, പറയുന്നവർ പറയട്ടെ, ഇവിടുത്തെ ശ്രുതി, ഇവിടുത്തെ അഞ്ജലിയും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയും നമുക്കൊപ്പമില്ല, അതുകൊണ്ട് അമ്മായി അതൊന്ന് വിഷയമാക്കണ്ട എന്ന് പറയാനേട്ടോ. അങ്ങനെ മുത്തശ്ശി വിളിക്കുകയാണ്, ശ്രുതി പൂജയ്ക്കുള്ള സമയമായി, ഇനി ലാവണ്യയെ കൊണ്ടുപോകാൻ എന്ന് പറയണേ. അങ്ങനെ ലാവണ്യ സാരിയൊക്കെ എടുത്ത് ഒരു നാടൻ പെൺകുട്ടിയായി കൊണ്ടുവരുമ്പോൾ മുത്തശ്ശിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ശ്രുതി നിൻ്റെ മിടുക്ക് പറയാതിരിക്കാൻ വയ്യ എന്ന് പറയണേ. എന്നാൽ ഈ സമയം അഞ്ജലി പറയാണ്, എൻ്റെ ഏട്ടനും ഇല്ല, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞനും വരുന്നില്ല, രണ്ടുപേരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തോ ഒരു വിഷമം എന്ന് പറയുമ്പോൾ, അത്രയേ ഉള്ളൂ, എൻ്റെ അഞ്ജലി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ അശ്വിൻ സാറിനെ ഇവിടെ എത്തിക്കാമെന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ലാവണ്യ ചെന്ന് വിളിക്കുകയാണ്, അശ്വിൻ നീ വായോ പൂജയ്ക്ക് എന്ന് പറയുമ്പോൾ, ദേ ലാവണ്യ, നിൻ്റെ എല്ലാ വേലത്തരും ഞാൻ സഹിക്കുന്നു, പക്ഷേ എൻ്റെ കാര്യത്തിൽ നീ വല്ലാതെ ഇടപെടാൻ നിൽക്കണ്ട, അത് നിനക്ക് നല്ലതല്ല, നമ്മൾ തമ്മിലുള്ള കരാർ നീ ഓർക്കുന്നില്ല, അധികം സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അങ്ങ് ആട്ടി വിടുകയാണ് കേട്ടോ. അങ്ങനെ ലാവണ്യ എവിടെയെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കാണാൻ ലാവണ്യ തലതാഴ്ത്തി വരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താ അശ്വിൻ വന്നില്ലേ, ഇല്ല ഞാൻ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയും, എന്നാൽ കൊണ്ടുവരാൻ എനിക്കറിയാമെന്ന് പറയുമ്പോൾ അവിടെ മുത്തശ്ശി പറയാണ്, ഇല്ല മോളെ, അഞ്ജലി വിളിച്ചിട്ട് പോലും വരാത്ത അവൻ ഇനി വരില്ല എന്ന് പറയുമ്പോൾ, അതൊക്കെ വന്നോളൂ മുത്തശ്ശി, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ആ പൂജ ഇങ്ങനെ തുടങ്ങാനുള്ള ആ പൂജയ്ക്കുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ.
അങ്ങനെ പൂജയ്ക്ക് തിരികൊളുത്തുകയാണ് വേണ്ടത്. അപ്പോൾ അശ്വിനാണെങ്കിൽ തൻ്റെ ലാപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യാണ്. എന്നാൽ ഈ സമയം അശ്വിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് അങ്ങ് പോവാണ് കേട്ടോ. കറണ്ട് പോകുന്നതിനോടുകൂടി അശ്വിന് കണ്ണ് കാണുന്നില്ല. അപ്പോൾ അശ്വിൻ തൻ്റെ വീട്ടിലെ വേലക്കാരെ ജയപ്രകാശിനെ വിളിച്ചും കൊണ്ട് ഇരിക്കുന്നുണ്ട്. ജയപ്രകാശ് ജയപ്രകാശ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ജയപ്രകാശ് വെല്ലു കേൾക്കുന്നില്ല. അങ്ങനെ അശ്വിൻ പതുക്കെ പതുക്കെ തപ്പി പിടിച്ച് താഴോട്ട് ഇറങ്ങി വരികയാണ്. പിന്നീട് ഇങ്ങനെ തപ്പി തപ്പി വരുന്നത് ആ പൂജയുടെ അതൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ, കൃഷ്ണ വിഗ്രഹമൊക്കെ ഒരുക്കി ഒരു തൊട്ടിലുണ്ടാക്കി അങ്ങനെയൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങോട്ടേക്ക് പതുക്കെ ഇങ്ങനെ തപ്പി പിടിച്ച് വരികയാണ്. അപ്പോൾ അവിടെ കാണാൻ ഒരു തീപ്പെട്ടി തൻ്റെ കയ്യിൽ പെടുന്നത്. പിന്നീട് അശ്വിൻ ഒന്നും നോക്കില്ല. ആ തീപ്പെട്ടി അങ്ങ് വരുത്തുമ്പോൾ അവിടെ തൻ്റെ മുന്നിൽ ഒരു തിരി ഇരിക്കുന്നത് കാണാണ്. ആ തിരിയിൽ അങ്ങ് കത്തിച്ച് കൊടുക്കുകയാണ്. കത്തിച്ച് കൊടുക്കുന്നതിനോടുകൂടി കറണ്ടും വരികയാണ്. ഉടൻ തന്നെ നാലുപുറം നോക്കുമ്പോൾ തൻ്റെ നാലുപുറം തൻ്റെ മുത്തശ്ശിയും അഞ്ജലിയും അതുപോലെ അമ്മായിയും ശ്രുതിയും ലാവണിയും എല്ലാവരും നിൽക്കുന്നു. എല്ലാവരും കൈ കൊടിക്കുന്നു കേട്ടോ. ഇത് കാണുന്ന അശ്വിൻ ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി പറയും, എന്നാൽ എൻ്റെ കുഞ്ഞ് തന്നെ തിരിതൊളിച്ചല്ലോ, അതുകൊണ്ട് ഈ പൂജ ഇപ്രാവശ്യത്തെ എനിക്ക് മനസ്സമാധാനം സന്തോഷമുള്ളതായി. ഇനി നമ്മുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഈ ഒരു ആരതിത്തട്ട് അശ്വിൻ്റെ കയ്യിലുണ്ടല്ലോ. അങ്ങനെ ഈ തിരി തെളിയിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ ഒരു ആരതിത്തട്ടിലുള്ള ഈ വിളക്ക് കിടാൻ നോക്കുമ്പോഴേക്കും ശ്രുതി ഓടി വന്ന് കൈകൊണ്ട് പൊത്തുമ്പോഴേക്കും അശ്വിനും ശ്രുതിയുടെ കൈ അങ്ങ് പിടിച്ച് ആ തിരി കിടാതെ സൂക്ഷിക്കാൻ കേട്ടോ. പിന്നീട് മുത്തശ്ശി പറയാണ്, എന്നാൽ നീ വന്നില്ലേ, വന്ന സ്ഥിതിക്ക് ഇനി എല്ലാവരുടെയും നെറ്റി കുങ്കുമം തൊട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ശ്രുതിയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അശ്വിൻ ശ്രുതിയുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സീനി കണ്ട് ലാവണ്യക്ക് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷമാവാണ്. തൻ്റെ ആ ഒരു പ്ലാൻ വർക്കൗട്ട് ആയതിൽ മുത്തശ്ശിയും അഞ്ജലിയും ഒക്കെ ശ്രുതിയോട് ഒരുപാട് നന്ദി പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ലാവണ്യക്ക് ഇത് അഹങ്കാരമായി മാറാണ്, ദേഷ്യമാവുകയാണ്, വെറുപ്പാവാണ് ശ്രുതിയോട്. അങ്ങനെ ശ്രുതിയോട് പറയാണ്, ദേ ശ്രുതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇപ്പോൾ ഇവിടെ ചെയ്ത് എല്ലാവരുടെയും മുന്നിൽ വലിയ ആളാവാനും നിൽക്കണ്ട. അശ്വിൻ്റെ ഭാര്യയാവാൻ പോകുന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ അശ്വിൻ കാണാൻ ബാക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു കേട്ടോ. എന്നാൽ ഇവരത് കാണുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയണേ, ദേ ഞാൻ ആരുടെയും മുന്നിൽ ആയിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ ലാവണ്യ പറയണേ, പിന്നെ നീ അശ്വിനെ പൂജയ്ക്ക് താഴത്തേക്ക് കൊണ്ടുവന്നു കറണ്ട് ഓഫ് ചെയ്ത് അശ്വിനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഞാൻ ആരുടെയും മുന്നിൽ എത്തിച്ചിട്ടില്ല, ഞാൻ ആരുടെയും ക്രെഡിറ്റ് ശ്രമിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ കൃഷ്ണനെ നിന്ദിച്ച ആ അശ്വിൻ സായിറാമിനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൃഷ്ണൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളും ഇതാണ്. കൃഷ്ണനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും, കൃഷ്ണൻ തന്നെ അത് ചെയ്യിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് അശ്വിൻ കേൾക്കാൻ കേട്ടോ. അപ്പോൾ അശ്വിൻ ആകെ ഞെട്ടിപ്പോവാണ്. തന്നെ കൊണ്ട് തിരികൊളുത്താൻ വേണ്ടി മനഃപൂർവ്വം തന്നെ കൊണ്ട് എല്ലാവരുടെയും നെറ്റി കുങ്കുമം തൊടിയിക്കാനും വേണ്ടി മനഃപൂർവ്വം ശ്രുതി വരുത്തിയതാണെന്നുള്ള ആ ദേഷ്യം അങ്ങ് അശ്വിന് വരികയാണ് കേട്ടോ. പിന്നീട് ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിൻ ബാക്കിൽ നിൽക്കുന്നു. എന്നാൽ ശ്രുതിയോട് പിന്നെ അശ്വിന് പേടി. ഇതേ സമയം ലാവണ്യ അങ്ങ് വലിച്ചഴിച്ച് അശ്വിൻ അങ്ങ് കൊണ്ടുപോകണം. അപ്പോൾ ലാവണ്യ പറയുന്നത്, എൻ്റെ കൈ വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, അവൾ ചെയ്യുന്ന ഓരോ തെമ്മാടിത്തരത്തിനും നീ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ നീയും ഞാനുമായുള്ള കരാർ നീ മറക്കണ്ട എന്ന് പറഞ്ഞ് ലാവണ്യയെ വഴക്ക് പറയാൻ കേട്ടോ. ഇതേ സമയം ആകാശാണെങ്കിൽ പ്രീതിയെ കണ്ട് ഇമ്മ വെട്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവരുടെ പ്രണയം പോയിട്ടത് കൊണ്ട് തന്നെ അവർക്ക് പരസ്പരം പിരിയാനാവാത്ത ആ ഒരു അവസ്ഥയിലെത്താണ്. എന്നാൽ ഈ സമയം മുത്തശ്ശിയോട് അമ്മായി പറയാണ്, അവിടെ എൻ്റെ വീട്ടിലെ വാടക താമസിക്കുന്ന ആളൊറ്റക്കുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം പോകണമെന്ന് പറയുമ്പോൾ ആകാശ് പറയാണ്, ഞാൻ കൊണ്ടുവിട്ടരാം എന്ന് പറയണേ. എന്നാൽ ശ്രുതിയുടെ പണികൾ കഴിയാത്തത് കൊണ്ട് തന്നെ ശ്രുതിക്ക് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അമ്മായിയോടും പ്രീതിയോടും പോയിക്കോളൂ എന്ന് ശ്രുതി പറയാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഓട്ടോ പിടിച്ച് വന്നോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാണ് കേട്ടോ. പക്ഷേ അതിനുശേഷം ഉണ്ടാവാൻ പോകുന്നത് കിടിലൻ രംഗമാണ് കേട്ടോ. അശ്വിൻ ഈ പ്രതികാരം ശ്രുതിയോട് ചെയ്യുമ്പോൾ ശ്രുതി ആണെങ്കിലോ അശ്വിനെ വരച്ച വരയും നിർത്തി എന്താണ് പെണ്ണ് എന്നുള്ളത് അശ്വിന് കാണിച്ചു കൊടുക്കും, എന്താണ് ദൈവവിശ്വാസം എന്നുള്ളത് അശ്വിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ അശ്വിൻ ആകെ വീപ്പ് മുട്ടി നടക്കാണ്. ശ്രുതിയെ കാണുമ്പോൾ അശ്വിന് വെറുപ്പാണെങ്കിലും പിന്നീട് അത് പ്രണയത്തിലോട്ട് നീങ്ങുന്ന ആ കിടിലൻ രംഗങ്ങളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.